ഫ്രണ്ട്സ്, രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക സ്പെഷ്യൽ ഒരു ഉപ്പേരിയും കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് ചേമ്പുംതാള് വെച്ചിട്ടാണ്. അപ്പോൾ ചേമ്പുംതാള് ചിലർക്ക് ചൊറിയും. അപ്പോൾ ചൊറിയാതിരിക്കുക എന്തൊക്കെയാ ടിപ്സ് എന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ചേമ്പിൻ്റെ ഇതുപോലുള്ള വീതിയുള്ള ഒരു ഭാഗമാണ് കേട്ടോ എടുക്കേണ്ടത്. എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ നേരത്തെ ഒന്നും മുറിച്ച് വെക്കരുത്. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ നേരത്ത് മുറിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ ഗുണവും കുറയും, അത് കളറ് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ പുറത്തുള്ള പച്ച കളറുള്ള തൊലി മുഴുവൻ കളയണം. ഇല്ലെങ്കിൽ ആ തൊലി പെട്ടാൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ പുറത്തേത്തത് ഇതുപോലെ ഈണ്ടെടുക്കുക. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗത്ത് കുറച്ച് കട്ടിയുള്ള തോലുണ്ടാവും. അതും കൂടെ നമുക്ക് ഇതുപോലെ ചെത്തി മാറ്റണം. അപ്പോൾ ഞാനിത് മുറിക്കുന്നത് കാണിക്കുന്നത് പുതിയ കുട്ടികൾക്ക്, അതായത് പാചകം തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഇത് അറിയൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് മുറിച്ച് കാണിക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ചെത്തി എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആ ഇളം പച്ച കളറിൽ മാത്രമേ എടുക്കാവുള്ളൂ. മറ്റേ ആ പുറത്തത്തെ ആ പച്ച കളറിലൊക്കെ മാറ്റണം. അത് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചൊറിയാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചെത്തി എടുത്തിട്ട് ഞാൻ കാണിക്കുക. ഇതാ ഞാനെല്ലാം ഇതേ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ആദ്യം നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ചീന്തി എടുക്കുക. എന്നിട്ട് പിന്നെ വിലങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ അരിയുന്ന സമയത്ത് നോക്കുക, എവിടെയെങ്കിലും നമ്മളതിൻ്റെ പച്ച എവിടെയെങ്കിലും പോവാത്തതുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ശ്രദ്ധിച്ച് മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് അരിയാൻ പറ്റുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ അരിഞ്ഞെടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ആദ്യം ഇതേപോലെ നീളത്തിലരിഞ്ഞ് പിന്നെ വിലങ്ങനെ അരിയുമ്പോൾ നല്ല പൊടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ രീതിയിൽ നമുക്ക് ഈ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചേമ്പുംതാളെല്ലാം നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിലർക്കൊക്കെ ചൊറിയും ചേമ്പ്. അപ്പോൾ അതങ്ങനെ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കഴുകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലൊരു കറ ഉണ്ടാവും. അപ്പോൾ അത് കറ പോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇട്ട് വെക്കുക ഈ ചേമ്പുംതാള അരിഞ്ഞത്. അതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞ് നമുക്ക് ഊറ്റി വെക്കാം. കാരണം അത് നല്ലോണം ഒരു പൊങ്ങ് പോലത്തെ ഒരു സാധനമാണ് ഉള്ളിലുണ്ടാവുക. അപ്പോൾ അത് നല്ലോണം വെള്ളം കുടിക്കും നമ്മൾ വെള്ളത്തിലിടുക. അപ്പോൾ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അത്. ചേമ്പുംതാള് വളരെ പോഷക ഗുണമുള്ളതാണ്. പണ്ട് മുതൽക്കേ എല്ലാവർക്കും അറിയാം. പിന്നെ ചേമ്പുംതാള് കർക്കിടകത്തിൽ നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ എപ്പോഴും നല്ലത് കർക്കിടകത്തിലാണ്. ചേമ്പിൻ്റെ തണ്ടിനാണ് കേട്ടോ താള് എന്ന് പറയുന്നത്. ഇത് വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ ചേമ്പിൻ്റെ ഇല നമ്മളെ പത്തിലത്തോരനിൽ ഇടുന്നതാണ്. അപ്പോൾ പത്തിലത്തോരൻ എൻ്റെ ചാനലിൽ നേരത്തെ ഇട്ടതാണ്. അത് കണ്ടവർക്ക് ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയും 2 പച്ചമുളകും 2 വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒതുക്കേണ്ട ആവശ്യമില്ല, പൊടിയായിട്ട് അരിയുക. പിന്നെ അതിലേക്ക് ഒരു പകുതി സവാളയും ഇതെല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് ഈ ഒരു ഉപ്പേരിയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം വീണ്ടും കഴുകി വെച്ചിട്ടുള്ള ആ ചേമ്പുംതണ്ടിലേക്ക് ഈ തേങ്ങയും ബാക്കിയുള്ളതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ട് ഞരടി കുഴച്ച് വെക്കുക. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവും ഉള്ളിൻ്റെ ടേസ്റ്റും ഒക്കെ ഈ ഉപ്പേരിയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് പോരാന്ന് കണ്ടപ്പോൾ ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
അതിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നും പരിപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതൊരു ബ്രൗൺ ആവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നമ്മളത് കുഴച്ച് വെച്ചതിലും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയുള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് സവാള അരിഞ്ഞതായാലും ചേർക്കാം. ഇനി ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഉണക്കമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ചതയ്ക്കാത്തതാണെങ്കിൽ നമ്മൾ കടുകിട്ട് ഉഴുന്നും പരിപ്പ് ഇട്ട ഉടനെ ഉണക്കമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ചതച്ച മുളകായതുകൊണ്ട് ഏറ്റവും അവസാനം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചേമ്പും താളിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് തന്നെ അതൊന്ന് കുഴച്ച് വെച്ചപ്പോൾ തന്നെ അതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഉള്ളീൻ്റെയൊക്കെ. ഇനി നമുക്കിതൊന്ന് അമർത്തി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് അമർത്തി വെക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം മൂടിയതിൻ്റെ ശേഷം അപ്പോഴേക്ക് നമുക്കറിയാം ആ മൂടി തുറക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരു 2 പ്രാവശ്യം മൂടി വെച്ച് തുറന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് ചിക്കി തോർത്തി എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്ക് ആ വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ ചെമ്പുന്താളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇളം ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. വല്ലാതെ തണിഞ്ഞിട്ട് കഴിക്കുന്നതിനേക്കാളും നമുക്ക് പച്ചക്കറികളോ ഉപ്പേരികളൊക്കെ ഒരു ഇളം ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അതാ ഉപ്പേരിയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അതിൻ്റെ ശേഷം വേണം നമ്മൾ സർവ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ സർവ് ചെയ്യുന്നത് ഒരു വാഴയിലയിലേക്കാണ് കേട്ടോ. മൺചട്ടിയിൽ വാഴയില വെച്ചത് ഞാൻ വീഡിയോന് വേണ്ടിയിട്ടാണ്. നമുക്ക് അല്ലാതെ നമ്മൾ എങ്ങനെയാണോ സർവ് ചെയ്യില്ല അതേ രീതിയിൽ സർവ് ചെയ്യുക. അപ്പോൾ വാഴയിലേൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും ഇതിലേക്ക്. നല്ല ടേസ്റ്റാണ് ഇത് മാത്രം കൊട്ടിയിട്ട് ചോറ് തിന്നാനും. ഇനി നമ്മൾ കർക്കിടകത്തിൽ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു ഇലയാണ് നമ്മൾ സിലോൺ ചീര. ചിലർ സാമ്പാർ ചീര എന്ന് പറയും, സിലോൺ ചീര എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഒരു പിങ്ക് കളറ് പൂവുണ്ടാവും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു ചീരയാണ് സാമ്പാർ ചീര. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഇതവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞേക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 30 ml ഒരു കപ്പിന് ഒരു കപ്പ് തോരപ്പരിപ്പാണ് എടുക്കുന്നത്. ഇത് 30 ml തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഏതിലാണോ അളക്കുന്നത് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഊറ്റിയിടുന്നുണ്ട്. ഇതിന് പകരം അതൊന്ന് കുതിർത്തിയതിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിന് പകരം ചെറുപയർ പരിപ്പുണ്ട്, അതും എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആ പരിപ്പെടുത്ത അതേ കപ്പിന് ഒരു കപ്പ് ചെറിയുള്ളി അരിഞ്ഞതോ അല്ലെങ്കിൽ സവാള അരിഞ്ഞതോ ചേർത്താം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് സവാള അരിഞ്ഞതാട്ടോ. പിന്നെ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും 1/2 സ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നമുക്ക് പരിപ്പൊക്കെ കൂട്ടുന്ന സമയത്ത് ഗ്യാസ് ഉള്ളവർക്ക് അത് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, പരിപ്പെടുത്ത അതേ കപ്പിന്. അതൊരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കട്ടോ. പക്ഷേ ഈ മുളക് പൊടി ചേർക്കുമ്പോഴാണ് എനിക്കൊരു ടേസ്റ്റ് തോന്നിയത്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കലുണ്ട്. ഇതിനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുത്താം. ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും 2 ലോ ഫ്ലെയിമിലും നമുക്കതൊന്ന് വിസിൽ വരുത്തി വെക്കാം. ഇത് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ സാമ്പാർ ചീര എടുത്ത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിലെ പൂവൊക്കെ എടുത്ത് മാറ്റിയിട്ട് ശേഷം നമുക്കതൊന്ന് പൊടിയായിട്ട് അരിയുക. അപ്പോൾ പൂവും മൊട്ടും ഒന്നും ചേർക്കൂല, എന്നാൽ അതിൻ്റെ തണ്ടോട് കൂടിയിട്ടാണ് കേട്ടോ അരിയുക. വളരെ പെട്ടെന്ന് വാടി കിട്ടും. ഇതിന് ഒരു അല്പം കൊഴുപ്പാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് അരിയുന്ന സമയത്ത് നല്ല പൊടിയായിട്ട് അരിയുക.
പിന്നെ നമ്മൾ ഒരുപാട് ചേർക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ 1 കപ്പ് പരിപ്പാണ് എടുത്തതെങ്കിൽ ഒരു 4 കപ്പ് ഇലയൊക്കെ മതി. അതിൽ കൂടുതലാവണ്ട. അതാണ് ഒരു പാകത്തിനുള്ളത്. അപ്പോൾ ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ആ കപ്പിലൊന്ന് അളന്ന് നോക്കാം അത് എത്രയുണ്ട് എന്നുള്ളത്. ഒരു 4 കപ്പ്, അതായത് ഒരു ചെറിയൊരു പിടി പിന്നെ ഇല തണ്ടോട് കൂടിയുള്ള ഇല ഉണ്ടെങ്കിൽ നമുക്ക് ആ കപ്പിന് ഒരു 4 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് 4 കപ്പ് കറക്റ്റാണ്. ഇത്രയും ഇല മതി കേട്ടോ. അതിൽ കൂടുതലായാൽ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാത്തിനും നമുക്കൊരു കണക്ക് വേണമല്ലോ. നമുക്കൊന്ന് കുക്കർ ഗ്യാസൊക്കെ പോയതിൻ്റെ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളമൊക്കെ പാകമായിട്ടാണ് വന്നത്. അപ്പോൾ 1 കപ്പ് പരിപ്പിന് 3 കപ്പ് വെള്ളം എടുത്താൽ മതി. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് ഞാൻ വറവും കൂടെ ഇതിൽ ഒന്നിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുകിലേക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ. ഞാനിപ്പോൾ ഉണക്കമുളക് ചതച്ചതാണ് ചേർത്തത്. ഇതൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്താൽ. ഞാനിപ്പോൾ ചേർത്തുന്നില്ല. ഇതിലേക്ക് ഞാൻ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഇല ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ അത്രയ്ക്ക് കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇലയൊന്ന് വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ കറി വെക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. ആ കൊഴുപ്പും കുറച്ച് കുറഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഇല നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇല നന്നായിട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇലേൻ്റെ കൊഴുപ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ആ പരിപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് തിളച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഈ കറി ഈ ഉപ്പേരി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം ഈ കറി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി ഒരു ഇളം ചൂടിൽ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾ ഇലയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കരുത്. അത് ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് തീർക്കുക. അതിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ രാത്രിയിലേക്കൊന്നും വെക്കരുത്. രാത്രിയൊക്കെ ചൂടാക്കി പിന്നെ കഴിക്കുമ്പോൾ അത് ഗുണത്തേക്കാളേറെ നമുക്ക് ചിലപ്പം ദോഷം ചെയ്യും. പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തതൊന്നും ഇപ്പം കാണാനേ ഇല്ല. നമ്മൾ ഏത് കറിയും തയ്യാറാക്കിയിട്ട് ഉടനെ തന്നെ സെർവ് ചെയ്യരുത്. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിൻ്റെ ശേഷം നമുക്ക് സെർവ് ചെയ്യുക. അപ്പോൾ ഈ കറി ഉപ്പേരി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. ഊണ് കഴിക്കുക. ഒരു പപ്പടോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ കുശാലാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ. താങ്ക് യു.